സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായി ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്രിമെൻറ്റ് ഷാൾ ബി ഗ്രാൻറ്റഡ് ഫ്രം ദ ഡാഷ് ഇൻ വിച്ച് ഇറ്റ് ഫോൾസ് ഡ്യൂ. ഇൻക്രിമെൻറ്റ് ഷാൾ ബി ഗ്രാൻറ്റഡ് ഫ്രം ദ ഡാഷ് ഇൻ വിച്ച് ഇറ്റ് ഫോൾസ് ഡ്യൂ. ആൻസർ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. അവർക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് ഡേയിലാണ്, ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ. ഇൻക്രിമെൻറ്റ് ഷാൾ ബി ഗ്രാൻറ്റഡ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻക്രിമെൻറ്റ് അക്വയറിംഗ് കോൺസിക്വൻറ്റ് ഓൺ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഷാൾ ബി ഡ്രോൺ ഓൺലി. അതായത് ഇൻക്രിമെൻറ്റ് പ്രൊബേഷൻ ബാധകമാക്കിയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇൻക്രിമെൻറ്റ് എപ്പോഴാണ് നൽകുന്നത്? ആൻസർ വിത്ത് എഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ. വിത്ത് എഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ. അതായത് പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന ആ തീയതി മുതൽക്കേ ഇൻക്രിമെൻറ്റിന് അർഹതയുണ്ടാവൂ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ദ റൂൾ പൊസിഷൻ ഓഫ് അക്വറൽ ഓഫ് ഇൻക്രിമെൻറ്റ് ഓൺ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഈസ് ഗിവൺ ഇൻ. ഏത് റൂളിലാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇൻക്രിമെൻറ്റ് അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നത്? ഏത് റൂളിലാണ്? ആൻസർ റൂൾ 31. അടുത്ത ചോദ്യം, ദ പീരീഡ് ഓഫ് LWA വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് ഡാഷ് ഫോർ ഇൻക്രിമെൻറ്റ്. ദ പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ്, അതാണ് LWA. വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് ഡാഷ് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കുന്ന LWA പീരീഡ് കണക്കാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോട്ട് കൗണ്ടഡ്. ഓർക്കുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കുന്ന LWA ഇൻക്രിമെൻറ്റിന് കണക്കാക്കുന്നതല്ല. അടുത്ത ചോദ്യം, LWA without MC not exceeding dash in continuation of maternity leave will count for increment. മെറ്റേണിറ്റി ലീവിനെ തുടർന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ല എടുക്കുന്ന LWA എത്ര ദിവസത്തിൽ കൂടാതിരുന്നാൽ അത് ഇൻക്രിമെൻറ്റിന് പരിഗണിക്കും? ആൻസർ 60 days, 60 ദിവസം. അടുത്ത ചോദ്യം, എ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി അവെയിൽഡ് LWA for 6 months to treat his wife who was seriously injured in an accident. There was no eligible leave at his credit and he was in a financial difficult position. In such case, the period of LWA can be counted for increment. അതിന് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരുടെ അനുവാദമാണ് വേണ്ടുന്നത്? ആൻസർ ഗവൺമെൻറ്. അടുത്ത ചോദ്യം, ദ ഗവൺമെൻറ് മേ ഗ്രാൻറ്റ് എ പ്രിമച്വർ ഇൻക്രിമെൻറ്റ് ടു ആൻ ഓഫീസർ ഓൺ എ ടൈം സ്കെയിൽ ഓഫ് പേ വിത്തൗട്ട് പ്രെജുഡീസ് ടു ഹിസ് നോർമൽ ഇൻക്രിമെൻറ്റ്. ദ റൂൾ. ഏത് റൂളിലാണ് ഗവൺമെൻറ് എംപ്ലോയീസിന് പ്രിമച്വർ ഇൻക്രിമെൻറ്റ് നൽകാമെന്ന് പറയുന്നത്? ഏത് റൂൾ അനുസരിച്ചാണ്? ആൻസർ റൂൾ 34 Part 1 KSR. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് കമ്പീറ്റൻറ്റ് ടു ഗ്രാൻറ്റ് എ പ്രിമച്വർ ഇൻക്രിമെൻറ്റ് ടു ആൻ എംപ്ലോയി ഓൺ എ ടൈം സ്കെയിൽ ഓഫ് പേ. ആരാണ് പ്രിമച്വർ ഇൻക്രിമെൻറ്റ് അഥവാ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് അനുവദിക്കുന്നത്? ആൻസർ ദി ഗവൺമെൻറ്. അടുത്ത ചോദ്യം, വെൻ എ പ്രിമച്വർ ഇൻക്രിമെൻറ്റ് ഈസ് സാങ്ഷൻ ടു ആൻ ഓഫീസർ ഹിസ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് വിൽ ബി ഡ്യൂ ഓൺ. ഒരു പ്രിമച്വർ ഇൻക്രിമെൻറ്റ് ഒരു ഉദ്യോഗസ്ഥന് സാങ്ഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് എപ്പോഴായിരിക്കും? നമുക്കറിയാം, അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് നോർമൽ ഇൻക്രിമെൻറ്റിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കാത്ത രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? നോർമൽ ഡേറ്റ് ഇറ്റ് വിൽ ബി ഗിവൺ. പ്രിമച്വർ ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്തെന്ന് വിചാരിച്ച് നോർമൽ ഇൻക്രിമെൻറ്റ് ഡേറ്റിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ചോദ്യം, ഇൻസെൻറ്റീവ് അവാർഡ് ഇൻ ദ നേച്ചർ ഓഫ് ക്യാഷ് അവാർഡ് ഫോർ മെറിറ്റോറിയസ് സർവീസ് ഷാൽ നോട്ട് ബി ഗിവൺ ടു ഗസറ്റഡ് ഓഫീസേഴ്സ്. കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? എന്തായിരിക്കും? കറക്റ്റ്. അതായത് ഗസറ്റഡ് ഓഫീസർമാർക്ക് ക്യാഷ് അവാർഡ്സ്, മുൻകൂർ ഇൻക്രിമെൻറ്റിന് പകരം ചിലപ്പോൾ പ്രോത്സാഹനാർത്ഥം ക്യാഷ് അവാർഡ്സ് നൽകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാഷ് അവാർഡ്സ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാൻ പാടില്ലെന്നുള്ള സർക്കാർ വ്യവസ്ഥയുണ്ട്. ഓക്കെ.
അടുത്ത ചോദ്യം, അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ഫോർ മെറിറ്റോറിയസ് സർവീസ് മേ ബി ഗ്രാൻറ്റഡ് ടു ബോത്ത് ഗസറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. ഇതും ഇൻകറക്റ്റ് ഓർ കറക്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഭാഗത്തിൽ വരുന്നതാണ്. ആൻസർ എന്തായിരിക്കാം? കറക്റ്റാണ്. അതായത് സുത്തർക്ക സേവനത്തിനുള്ള മുൻകൂർ ഇൻക്രിമെൻറ്റ്, അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ഗസറ്റഡ് ഓഫീസർമാർക്കും നോൺ ഗസറ്റഡ് ഓഫീസർമാർക്കും അനുവദിക്കാവുന്നതാണ്. ഇത് റൂൾ നമ്പർ 34 ഗവൺമെൻറ് ഡിസിഷൻ 3 പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ഈസ് ഗ്രാൻറ്റഡ് ടു ആൻ ഓഫീസർ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഈസ് ഡ്യൂ ഓൺ. ഒരു അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ഗ്രാൻറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് അടുത്ത ഇൻക്രിമെൻറ്റ് എപ്പോഴായിരിക്കും? ആൻസർ ഓൺ നോർമൽ ഡേറ്റ്. അടുത്ത ചോദ്യം, ദ ഇൻക്രിമെൻറ്റ് ഗ്രാൻറ്റഡ് ടു ആൻ ഓഫീസർ ഹൂ റീച്ചസ് ദ മാക്സിമം ഓഫ് ഹിസ് സ്കെയിൽ ഓഫ് പേ. അതായത് സ്കെയിൽ ഓഫ് പേയുടെ മാക്സിമം എത്തുമ്പോൾ കൊടുക്കുന്ന ഇൻക്രിമെൻറ്റിന് പറയുന്ന പേരെന്താണ്? ആൻസർ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. എപ്പോഴാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ 1/7/1988. 1/7/1988. അടുത്ത ചോദ്യം, സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് യെസ് പേഴ്സണൽ പേ നോട്ട് ടു ബി അബ്സോർബ്ഡ് ഇൻ ഫ്യൂച്ചർ ഇൻക്രീസ് ഓഫ് പേ. Personal pay not to be absorbed in future increase of pay. Next question, the stagnation increment granted to an employee is treated as. Answer part of pay. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതും. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ഗ്രാൻറ്റഡ് ടു ആൻ എംപ്ലോയി ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് പേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് അലൗഡ് ഈസ്. മാക്സിമം എത്ര സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് ആണ് നൽകുന്നത്? 5. ഓക്കെ. അതിൽ 4 മാനുവലും 1 ബൈനിയലുമായിട്ടാണ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. വിച്ച് വൺ? ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കാത്തത് ഏതാണ്? ആൻസർ സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് LWA. LWA ആയിട്ട് കണക്കാക്കുന്ന സസ്പെൻഷൻ പീരീഡ് ഇൻക്രിമെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് ഓഫ് ലീവ് വിൽ കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലീവ് വിത്തൗട്ട് അലവൻസ് അണ്ടർ റൂൾ 91 ഫോർ അറ്റൻഡിങ് ട്രെയിനിങ് ഫോർ IAS. ലീവ് വിത്തൗട്ട് അലവൻസ് അപ്പൻഡിക്സ് 12A പ്രകാരം എടുക്കുന്നത്. ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ 60 days ഇൻ കണ്ടിന്യൂഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ്. ലീവ് വിത്തൗട്ട് അലവൻസ് അണ്ടർ റൂൾ 88 ഫോർ 60 days വിത്തൗട്ട് MC. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ 60 days ഇൻ കണ്ടിന്യൂഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ്. ഇൻക്രിമെൻറ്റിന് പരിഗണിക്കുന്നതാണ് പ്രസവാവധിയോട് ചേർന്നെടുക്കുന്ന 60 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കുന്ന LWA. ഓക്കെ, അത് ഇൻക്രിമെൻറ്റിന് പരിഗണിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. സെക്കൻഡ് ഇൻക്രിമെൻറ്റ് ഡ്യൂ ടു ആൻ എംപ്ലോയി ഹൂസ് പ്രൊബേഷൻ ഓഫ് 2 years ഈസ് ഡിക്ലെയർഡ് വിൽ ബി ഡ്രോൺ വിത്ത് എഫക്റ്റ് ഫ്രം. 2 വർഷ പ്രൊബേഷൻ കാലാവധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് എപ്പോഴായിരിക്കും? ആൻസർ ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ. പ്രൊബേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് അനുവദിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, the training period of police personnel will count for. The training period for police personnel will count for. Answer ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കും ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് പ്രൊമോഷൻ ആൻഡ് പെൻഷനറി ബെനിഫിറ്റ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് വിൽ നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിന് കൗണ്ട് ചെയ്യാത്തത് ഏതാണ്? അതിലെ ഓപ്ഷൻസ് വായിക്കാം. സസ്പെൻഷൻ പീരീഡ് നോട്ട് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി, ഹാഫ് പേ ലീവ്, മെറ്റേണിറ്റി ലീവ്, ജോയിനിങ് ടൈം. ആൻസർ ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കാത്തത് ഏതായിരിക്കാം? സസ്പെൻഷൻ പീരീഡ് നോട്ട് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. ഡ്യൂട്ടിയായി പരിഗണിക്കാത്ത സസ്പെൻഷൻ പീരീഡ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇത് സർവീസ് ക്വാളിഫയിങ് ഫോർ ഇൻക്രിമെൻറ്റ് ഓഫ് എ സബ്സ്റ്റാൻറ്റീവ് ഓഫീസർ ഇൻക്ലൂഡ്. ദ സർവീസ് ക്വാളിഫയിങ് ഫോർ ഇൻക്രിമെൻറ്റ് ഓഫ് എ സബ്സ്റ്റാൻറ്റീവ് ഓഫീസർ ഇൻക്ലൂഡ്. ആൻസർ ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലീഫ് ഈസ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ഹൂ റീച്ച് ദെയർ മാക്സിമം ഓഫ് ദ സ്കെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് മറ്റൊരു വിധത്തിൽ ചോദിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലീഫ് ഈസ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ഹൂ റീച്ച് ദെയർ മാക്സിമം ഓഫ് സ്കെയിൽ. സ്കെയിലിൻ്റെ മാക്സിമം എത്തിയാൽ കൊടുക്കുന്നത് എന്തായിരിക്കാം? ആൻസർ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. അടുത്ത ചോദ്യം, മാക്സിമം പേ ഓൺ ഗ്രാൻഡിങ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ആഫ്റ്റർ 1/3/2021 ഷാൾ നോട്ട് എക്സീഡ്. മാക്സിമം പേ ഓൺ ഗ്രാൻഡിങ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ആഫ്റ്റർ 1st March 2021 ഷാൾ നോട്ട് എക്സീഡ്. ആൻസർ 1,66,800. 1,66,800 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ LD typist entered government service on 15 July 2018. He will get his first increment on. അതായത് 15/7/2018 സർവീസിൽ കയറിയ ഒരു LD ടൈപ്പിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻക്രിമെൻ്റ് എപ്പോഴാണ് ലഭിക്കുന്നത്? ആൻസർ 1/7/2019. അതായത് അദ്ദേഹം കയറിയത് 15/7/2018 അടുത്ത വർഷം അദ്ദേഹത്തിന് ഇൻക്രിമെൻറ്റ് 1-ാം തീയതി മുതൽ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.